ഇന്ന് പൊന്നിൻ ചിങ്ങമാണ്. കർക്കിടകത്തിന്റെ സങ്കടം മറന്ന് തിരുവോണത്തെ വരവേൽക്കുവാനുള്ള തിരക്കിലേക്കാണ് മലയാളിയുടെ ഇനിയുള്ള നാളുകൾ. തലസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും വലിയ തിരക്കാണ് പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആഘോഷം തന്നെയാണ്. പ്രത്യേകിച്ച് ഓണാഘോഷം എന്ന് പറയുന്നത് വളരെ വിപുലമാണ് തലസ്ഥാനത്ത്, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പരിസരത്തുമാണ്. അവിടെ ഇപ്പോഴും തിരക്ക് തന്നെയാണ്. അവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രശാന്ത്? ദേവിക, ചിങ്ങപ്പുലരിയിൽ പത്മനാഭസ്വാമിയെ കാണാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തരാണ് എത്തിക്കുന്നത്. മലയാളികളും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും എല്ലാവരും ഒഴുകിയെത്തുന്നൊരു കാഴ്ചയും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും തിരക്കാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് ഈ ക്ഷേത്രത്തിലേക്ക് ദിവസേന എത്തുന്നത്. ഇന്ന് ചിങ്ങപ്പുലരി കൂടി ആയതോടുകൂടി തന്നെ മലയാളികളുടെയും കൂടി ഒരു വലിയ പ്രവാഹം ക്ഷേത്രത്തിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു, കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തലസ്ഥാന നഗരി ക്ഷേത്രങ്ങളുടെ ഒരു നഗരി കൂടിയാണ്. പഴവങ്ങാടി ഗണപതിയായ ക്ഷേത്രമായാലും ശരി, ആറ്റുകാൽ ദേവി ക്ഷേത്രമായാലും ശരി, അങ്ങനെ ക്ഷേത്രങ്ങളുടെ ഒരു നഗരി കൂടിയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഭക്തജനങ്ങളുടെ തിരക്കാണ് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നത്. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിലാണ്. ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തിരക്ക് കാണാൻ കഴിയുന്നു. നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചിങ്ങപ്പുലരി പിറന്നതോടുകൂടി തന്നെ ക്ഷേത്രങ്ങളിലെല്ലാം വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. മാസം കൊല്ലവർഷം ആരംഭിക്കുന്നത്, അതായത് മലയാളികളുടെ പുതുവത്സരമാണ്, പുതുവത്സര ദിനമാണ് ചിങ്ങമാസം എന്ന് പറയുന്നത്. ഈ പഞ്ഞക്കർക്കിടകം എന്ന് പറയുന്ന നമ്മുടെ ആ കർക്കിടകത്തിൻ്റെ ദുഃഖവും ദുരിതവും എല്ലാം ഒഴിഞ്ഞൊരു സസ്യസമ്പൂർണമായ സമ്പന്നമായ ഒരു ദിനം, ആ ദിനത്തിൻ്റെ ആരംഭം കൂടിയാണ് ഈ ചിങ്ങം പുലരുന്നതോടുകൂടി ഉണ്ടാകുന്നത്. കൊയ്ത്ത് ആരംഭിക്കുന്നു. പഴയ കാലങ്ങളിലാണെങ്കിൽ കൊയ്ത്ത് ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഓണം, ആ ഓണത്തെ വരവേൽക്കാൻ മലയാളികളുടെ തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെ ഒരുപാട് വിശേഷതകൾ, ഒരുപാട് സവിശേഷതകളെല്ലാം ഈ മാസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ കഴിയും. ഈ മഴയും മാരിയും മഞ്ഞുമൊക്കെ ഒഴിഞ്ഞൊരു നല്ല പ്രഭാതം കൂടിയാണ് ചിങ്ങമാസം തരുന്നത്. അതുകൊണ്ട് തന്നെ മാസങ്ങളിൽ വെച്ച് ഏറ്റവും വർണ്ണാഭമായ മാസം എന്നൊരു വിശേഷണം കൂടി ഈ ചിങ്ങമാസത്തിനുണ്ട്. എന്നും മലയാളികളുടെ മനസ്സിലൊരു ഓർമ്മ കൂടിയാണ്. അതായത് ഈ ചിങ്ങം എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷത്തിൻ്റെ കൂടി ഓർമ്മകളാണ് പ്രദാനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് തിരുവോണത്തിൻ്റെ കാര്യം തന്നെ നാടും നഗരവും ഉണരുന്ന ഒരു, അതായത് ഉണരുകയും ഒരുങ്ങുകയും ചെയ്യുന്നതും ഈ ചിങ്ങമാസത്തിലാണ്. എല്ലായിടങ്ങളിലും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നു. അതോടൊപ്പം തന്നെ പൂക്കളങ്ങളും വിവിധ കലാരൂപങ്ങളും കളികളും എല്ലാമായി നാടും നഗരവും ഉണരുകയും കൂടി ചെയ്യും ചിങ്ങം തുടങ്ങുന്നതോടുകൂടി. ഈ വർഷം തിരുവോണം എന്ന് പറയുന്നത്, അതായത് ഓണം ചിങ്ങമാസത്തിൻ്റെ അവസാനത്തെ നാളുകളിലാണ് എത്തുന്നത്. എല്ലാ കോളേജുകളിലും സ്കൂളുകളിലുമെല്ലാം കലാപരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം ഓണം വലിയ ആഘോഷം കൂടിയാണ്. നമുക്കറിയാം, തലസ്ഥാനത്തിൻ്റെ നഗരം പൂർണ്ണമായും ഓണത്തിനെ വരവേൽക്കാൻ ഒരുങ്ങും. എന്തായാലും അതിൻ്റെ നടപടികളിലേക്കൊക്കെ സർക്കാർ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ചിങ്ങം പിറന്നതോടുകൂടി തന്നെ വലിയ തിരക്ക്, ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് കാണാൻ കഴിയും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കാണാൻ കഴിയും. നമുക്ക് അവിടേക്ക് അടുത്തേക്ക് പോകാൻ സാധിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും തിരക്ക് ദൃശ്യങ്ങളിലൂടെയെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളിലും, തലസ്ഥാനത്ത് തന്നെ മറ്റ് ക്ഷേത്രങ്ങളിലുമെല്ലാം ഭക്തജനങ്ങളുടെ ഒരു വലിയ തിരക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലായിടങ്ങളിലും ഭക്തജനങ്ങൾ എത്തുന്നു. അതോടൊപ്പം തന്നെ മലയാളികളുടെ സ്വത്വബോധത്തിലേക്ക് തിരിച്ചെത്തുന്നു, അല്ലെങ്കിൽ മലയാളികൾ ആ ബോധം വീണ്ടെടുക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ ഓണം എന്ന് പറയുന്നത്. പാരമ്പര്യ വേഷങ്ങൾ ധരിക്കുന്നു. ഒട്ടുമിക്ക ആളുകളും പാരമ്പര്യ വേഷങ്ങൾ ധരിച്ചുകൊണ്ടായിരിക്കും ഇനി തെരുവോരങ്ങളിൽ കാണാൻ കഴിയുക. മുണ്ടും ഷർട്ടും ജുബയും ഒക്കെ ഉണ്ടാകും. എന്തായാലും അങ്ങനെ മലയാളികളുടെ ഒരു സ്വത്വബോധത്തിൽ കൂടി ആ ബോധം കൂടിയൊക്കെ വീണ്ടെടുക്കുന്ന ഒരു മാസം കൂടിയാണ്. അതോടൊപ്പം തന്നെ വർണ്ണാഭമായ മാസം, ഈ പഞ്ഞം കർക്കിടകം എല്ലാം കഴിഞ്ഞു മാറുന്ന സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ഒരു മാസം കൂടിയാണ് ഓണം, ഈ ചിങ്ങമാസം എന്ന് പറയുന്നത്. ഓണം കൂടി വരുന്നതോടുകൂടി കൂടുതൽ വർണ്ണഭാവമാകുകയും ചെയ്യും. കലാലയങ്ങളടക്കം ഈ ഓണത്തെ വരവേൽക്കാനായി ഒരുങ്ങും. അതോടൊപ്പം തന്നെ കൊല്ലവർഷം ആരംഭിക്കുന്നു എന്നതടക്കമുള്ള ഒരുപാട് വിശേഷണങ്ങൾ, ഒരുപാട് സവിശേഷതകളെല്ലാം ചിങ്ങമാസത്തിലുണ്ട്. എന്തായാലും എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ദേവിക.